SK Junction. ഗുഡ് മോർണിംഗ്. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത് അന്ന. ആൻഡ് നമുക്കറിയാം കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള എപ്പിസോഡുകൾ ഓരോ ദിവസവും നമ്മൾ ഓരോ സംരംഭങ്ങളെ പറ്റിയും ഓരോ പുതിയ പുതിയ കാര്യങ്ങളെ പറ്റിയും നമ്മൾ അറിയുന്നുണ്ട്, കുറെ പദ്ധതികളെ പറ്റി നമ്മൾ അറിയുന്നുണ്ട്. സോ ഇന്നും നമ്മളൊരു പുതിയ കുടുംബശ്രീയെ പരിചയപ്പെടാനായിട്ട് പോവാണ്. ആൻഡ് സിംഗിൾ സംരംഭകയാണ് കൂടുതലും പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഒരു റീപ്ലേസ്മെന്റ് തന്നെയാണ് പേപ്പർ ബാഗ്സ്. പക്ഷേ എത്രത്തോളം നമ്മളിലേക്ക് കുടുംബശ്രീക്കാർ വഴി ഈ പേപ്പർ ബാഗ്സ് എത്തിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ പല രീതിയിൽ മേ ബി അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആക്ച്വലി എന്താണ് യൂണിറ്റിന്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക്, എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ ബാഗ് എന്ന് പറയുന്ന സംഭവം നമ്മളിലേക്ക് എത്തിക്കുന്നത്, അതിന്റെ ഉപയോഗങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ കുടുംബശ്രീ വേറെ ലെവലാണെന്നുള്ള എപ്പിസോഡിൽ അറിയും, കേൾക്കും, മനസ്സിലാക്കും. ആൻഡ് കൂടെയുള്ളത് അന്നയാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ എന്നോടൊപ്പമുള്ള ആളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാട്ടോ. നമുക്കൊപ്പം കൂടെയുള്ളത് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻഡ് മാങ്ങാനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ആണ് ധനുജ സുരേന്ദ്രൻ. മാം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പൊ എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പേപ്പർ ബാഗ് പ്രൊഡക്ട്സിനെ പറ്റി, അല്ലെങ്കിൽ എടുത്തു പറയാനാണെങ്കിൽ D&K ബയോ പ്രൊഡക്ട്സിനെ പറ്റി വിശദീകരിച്ച് പറഞ്ഞു തരല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇത്രയും നാളും നമ്മുടെ കുടുംബശ്രീ വേറെ ലെവലാണ് എപ്പിസോഡുകളിൽ വന്നവരൊക്കെ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും വന്നത്. പക്ഷേ ഇന്ന് അതിനൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ധനുജയിലൂടെ. സോ മാം, എങ്ങനെയാണ് ആക്ച്വലി പേപ്പർ ബാഗ്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും ചെറിയൊരു കാര്യം തൊട്ട് ഏറ്റവും വലിയൊരു കാര്യം ക്യാരി ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ബാഗ്സ് ആണ് കുറെ നാളുകളായിട്ട്. ആൻഡ് കുറെ വർഷങ്ങൾക്ക് മുൻപേ അതിനൊരു റീപ്ലേസ്മെന്റ് വന്നതാണ് പേപ്പർ ബാഗ്സ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എക്കോ ഫ്രണ്ട്ലി എന്നുള്ള ഒരു അൾട്ടിമേറ്റ് എയിം കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംരംഭം വരുന്നതും അതിനോടനുബന്ധിച്ച് കുടുംബശ്രീ ഇത് ഏറ്റെടുക്കുന്നതും ഓരോ സംരംഭകരെ വളർത്തിക്കൊണ്ടുവരുന്നതും. സോ അതിലെ ഒരു മെയിൻ പേഴ്സൺ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം SK ജംഗ്ഷനിൽ ചേർന്നിരിക്കുന്നത്. സോ എങ്ങനെയാണ് പേപ്പർ ബാഗ് യൂണിറ്റ് തുടങ്ങാം എന്നുള്ള ഒരു പ്ലാനിലേക്ക് എത്തിയത്? ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ഖത്തറിലായിരുന്നു. അപ്പം 2020 നമ്മൾ തിരിച്ചു വന്നത്. ആ സമയത്ത് ഇവിടെ കോവിഡും ലോക്ക്ഡൗണും ഒക്കെ ആയിട്ട് ആകെ പെട്ട സമയമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ വീട്ടിലിരുന്ന് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ബിസിനസ്സൊക്കെ ചെയ്യാമെന്നൊക്കെ ആലോചിച്ചപ്പോൾ എൻ്റെ കൊച്ചച്ഛൻ വഴിയാണ് ഇങ്ങനെ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ആ അങ്കിളിൻ്റെ അടുത്ത് ഞാൻ ഹസ്ബൻഡും പോയി അവിടെ ചെന്ന് ഈ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ നമ്മളെ പേപ്പർ ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അദ്ദേഹം പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം നമ്മളെ കൊണ്ട് അവിടെ ഉള്ളവരെ കുറച്ചുകൂടെ നന്നായി ട്രെയിനിങ് ചെയ്യിക്കാനും കൂടെ ഉള്ള ഒരു അവസരം തന്നു. അങ്ങനെ പയ്യെ നമ്മൾ അതിൽ ഇപ്പം നോർമലി അവർ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും വ്യത്യസ്തമായ രീതിയിൽ ഫോൾഡ് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മെഷർമെൻറ്റ് എടുക്കുന്നതായിക്കോട്ടെ ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ കുറച്ചുകൂടെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ആ അങ്കിൾ തന്നെ വിടുകയും അപ്പം നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാകാൻ തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ തന്നെ അദ്ദേഹത്തിന് യൂണിറ്റുള്ള പല സ്ഥലത്തും നമ്മളെ വിട്ട് ഈ കേക്ക് ബാഗ് അടക്കമുള്ളത് അതിൻ്റെ ഈ ഫോൾഡിങ്, ഇതിൻ്റെ പ്രത്യേകം ഇത് മടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് മിഷനറീസ് ഇപ്പം ഒരുപാട് അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ്. അപ്പം ഇത് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്യാനും ഇതിൻ്റെ ട്രെയിനിങ് ചെയ്യിക്കാനും നമ്മളെ വിടാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ ഈ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് സ്വന്തമായി ഒരു ഇത് തുടങ്ങിയാൽ എന്താണ് എന്ന് ആലോചിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. പിന്നെ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പം നേരത്തെ അന്ന പറഞ്ഞതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഇപ്പം ക്യാൻസർ അടക്കം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഗവൺമെൻറ് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള നിയമങ്ങളും ഒക്കെ വന്നു. അപ്പം ഇതിന് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞത്. കാര്യം നമ്മൾ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും 2 പേർക്ക് ഒരു ജോലിയൊക്കെ കൊടുക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നു. കാര്യം നമുക്കും ഈ പേപ്പറുമായി ബന്ധപ്പെട്ട അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്രയാസങ്ങൾ ആ സമയത്ത് നേരിട്ടിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്തും നമുക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം പേപ്പറാണ്, അത് പല സമയത്തും ഇങ്ങനെ ഫോൾഡ് ചെയ്തും തിരിച്ചും മടച്ചും ഒക്കെ നമ്മുടെ വഴിക്ക് ഇത് വരാത്ത സമയത്ത് അങ്ങനെ വേസ്റ്റായി വരും. പക്ഷെ ആ വേസ്റ്റായി വരുന്ന പേപ്പറും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പിന്നീട് ചിന്തിച്ചത്. അങ്ങനെ ഇതിൻ്റെ ഈ പേപ്പർ, അതായത് ഈ കവറിൻ്റെ അടിഭാഗത്ത് കട്ടി കുറവുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒട്ടിച്ച് സെറ്റ് ചെയ്തൊക്കെ കൊടുക്കും. അങ്ങനെ ഒന്നും വേസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം ഇതാണ്,
റീയൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവർ ആകുമ്പോൾ പിന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതാവുമ്പോൾ അങ്ങനെ ക്യാരി ചെയ്ത് ഇപ്പോൾ ഒരു ചിലപ്പം മഴ നനഞ്ഞാൽ പെട്ടെന്ന് പോകും. പക്ഷേ അവിടെയാണല്ലോ ഈ പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷമല്ലാത്ത പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പ്ലാസ്റ്റിക് ആവുമ്പോൾ അവിടെ അത് മണ്ണിലലിയില്ല. അതേസമയം ഇത് മണ്ണിലലിയും, നമുക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ഒരു പഠനം തന്നെ നടത്തിയിട്ട് തന്നെയാണ് നമ്മുടെ ധനുജ എന്തായാലും ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സീറോ വേസ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എൻവയൺമെന്റിൽ. കാരണം ഏതെങ്കിലും ഒരു ചെറിയ പൊടി പോലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യന് രോഗം വരുന്ന ഒരു അവസ്ഥയാണ്. സോ നമ്മളായിട്ട് ഒരു സംരംഭം കൊണ്ടുവരുമ്പോൾ അത് എൻവയോൺമെന്റിനാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കാത്ത രീതിയിലാണെങ്കിൽ അത് എത്രത്തോളം ഹാപ്പിനെസ് തരുന്ന ഒരു സംരംഭകയാണ് ധനുജ എന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ പ്രൊഡക്ട്സുകൾ നല്ല രീതിയിൽ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. ആൻഡ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ D&K ബയോ പ്രൊഡക്ട്സിനെ പറ്റിയും അതുപോലെ തന്നെ സംരംഭകയായിട്ടുള്ള ധനുജ സുരേന്ദ്രനെ പറ്റിയിട്ട് നമ്മൾ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിന് മുൻപ് ധനുജ വരാൻ പോകുന്ന കുറച്ച് പാട്ടുകളാണ് കേട്ടോ. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്തായാലും ഗംഭീരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ സോങ്സ് കേട്ടിട്ട് തന്നെ നമ്മുടെ SK ജംഗ്ഷനിൽ കുടുംബശ്രീ വേറെ ലെവലാണ് എപ്പിസോഡിലേക്ക് നമ്മൾ തിരിച്ചെത്തും. കൂടെയുള്ള തന്നെയാണ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. സോ ഈ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും SK ജംഗ്ഷനിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യം, കുടുംബശ്രീ വേറെ ലെവലാണ് പ്രോഗ്രാമിന്റെ എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും വരുന്നത്. ആൻഡ് പ്രതീക്ഷകൾ ഒട്ടും തെറ്റിക്കാതെ നമ്മൾ ഈ ആഴ്ചയും കുടുംബശ്രീയുടെ ഒരു സിംഗിൾ ഓൺട്രപ്രണറിനെ തന്നെയാണ് ഇതാ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മോടൊപ്പം കൂടെയുള്ളത് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മാങ്ങാനം സർവീസ് സഹകരണ ബാങ്കിലെ പ്രസിഡന്റുമായിട്ടുള്ള ധനുജ സുരേന്ദ്രനാണ്. ധനുജ, നമ്മൾ കുറച്ച് മുൻപ് നമ്മുടെ D&K ബയോ പ്രൊഡക്ട്സിനെ പറ്റി അല്ലെങ്കിൽ ബയോ പ്രൊഡക്ട്സിന്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിനെ പറ്റി സംസാരിച്ചായിരുന്നു അല്ലെ? എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയതെന്ന് നമ്മൾ സംസാരിച്ചു. സോ കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞ പോലെ സീറോ വേസ്റ്റേജ് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പേപ്പർ ബാഗ്സ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളത്. കുറേയധികം ആളുകളും എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും മേ ബി പ്ലാസ്റ്റിക് കവേഴ്സ് തന്നെയായിരിക്കും. റീയൂസ് ചെയ്യാം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എത്രത്തോളം ആണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു ബദൽ തന്നെയാണ് നമ്മുടെ പേപ്പർ ബാഗ്സ്. എല്ലാ വ്യക്തികളും പേപ്പർ ബാഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം ഇതിന്റെ ക്വാളിറ്റി പറ്റി തന്നെയായിരിക്കും. സോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ക്വാളിറ്റി എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. സോ നമ്മളിപ്പോൾ പേപ്പർ ബാഗ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന്റെ ട്രെയിനിങ് പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാം. അപ്പോൾ ധനുജയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ട്രെയിനിങ് പ്രോസസ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ എംപ്ലോയീസ് കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അവരിലേക്ക് ഈ ഒരു ട്രെയിനിങ്ങിന്റെ മെത്തേഡ്സ് എത്തിക്കാനും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഈസി ആയിരുന്നു? ഇത് ഈ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനകത്ത് ഏജ് ഒരു ഫാക്ടറാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു എതിരഭിപ്രായം ഉണ്ടാവും, ഏജ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ അല്ലെങ്കിൽ അങ്ങനല്ല. ഇതിൻ്റെ കൈയുടെ ഒരു നമ്മൾ പറയില്ലേ തഴക്കവും പഴക്കവും എന്ന് പറയുന്ന പോലെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാത്ത പക്ഷം ഈ പറയുന്ന പേപ്പർ നല്ല രീതിയിൽ മടങ്ങി കിട്ടില്ല. അപ്പോൾ അതൊരു പ്രോഡക്റ്റ് ഇപ്പം ഒരു കസ്റ്റമർ നമ്മളോട് കസ്റ്റമൈസ് ചെയ്ത് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ പോലും ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ ഉണ്ടാവണം. അപ്പോൾ അത് ഉണ്ടാവില്ല. അപ്പം ഈ ട്രെയിനിങ് പീരീഡിൽ ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പേപ്പറിൻ്റെ വേസ്റ്റേജ് ആണ്. എന്നുവെച്ചാൽ പേപ്പർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് മടക്കി ഒതുങ്ങില്ലാത്ത അവസ്ഥയിലേക്കായി വരുന്ന ഒരു ഇതുണ്ട്. ചില ആളുകൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചില ചേച്ചിമാർ പെട്ടെന്ന് ഇത് പഠിച്ചു, അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്ഷനോടുകൂടി തന്നെ അവരത് ചെയ്ത് തരികയും ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഒന്നും എനിക്ക് ട്രെയിനിങ് ടൈമിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തപ്പോഴും ഒന്നും അങ്ങനെ നേരിട്ടിട്ടില്ല. പിന്നെ ഉള്ളത് എങ്ങനെയാണ്, ഇപ്പം ക്വാളിറ്റിയെ പറ്റി ചോദിച്ചപ്പം എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ക്വാളിറ്റി എന്ന് പറയുമ്പം എല്ലാവർക്കും നല്ല പ്രോഡക്ട്സ് വേണം. പക്ഷേ പേപ്പറിൻ്റെ ഒരു GSM എന്ന് പറയുന്നത്, ഇപ്പോൾ GSM വേരിയൻ്റ് ആയിട്ടിരിക്കും. അപ്പം നല്ല കട്ടിയുള്ള പേപ്പറും കട്ടി കുറഞ്ഞ പേപ്പറും ഉണ്ടാവും. ചില ആളുകൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് 6 രൂപയെ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ 10 രൂപയെ കൂടാൻ പാടില്ല എന്ന് പറയും. അപ്പം അതിൻ്റെ മാക്സിമം, അതായത് നമുക്ക് അതിനകത്ത് ഉണ്ടാവുന്ന എല്ലാം കഴിഞ്ഞിട്ട് നമുക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ് സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ഷോപ്പിലേക്കൊക്കെയുള്ള
കവറുകളാണ് ചേച്ചിമാരെ കൊണ്ട് കൂടുതലും ചെയ്യിക്കാൻ ശ്രമിച്ചത്. അതല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടം നമുക്കുണ്ടാവുന്നത് കൊണ്ട്. എന്നാലും ഈ ട്രെയിനിങ് ചെയ്യിക്കുമ്പോൾ കൂടുതലും നമ്മളും കൂടുതൽ ഐഡിയാസ് നമുക്കുണ്ടാവും. ചിലർ ചോദിക്കാറുണ്ട് പേപ്പർ ബാഗിൽ എന്ത് ഐഡിയാസ് ഉണ്ടാക്കാനാണെന്ന്. അങ്ങനെയല്ല, പേപ്പർ ബാഗിൽ തന്നെ പല തരത്തിലുള്ള കൊണ്ടുവരാൻ സാധിക്കും. കാര്യം ഇപ്പം ഗിഫ്റ്റ് റാപ്പ് ചെയ്യണമെന്നില്ല, നല്ല കളറുള്ള പേപ്പേഴ്സ് വാങ്ങിയിട്ട് അതിൽ ഒരു ഡിസൈൻ നമുക്ക് പെയിന്റ് ചെയ്യിച്ചാലും അതൊരു വെറൈറ്റിയാണ്, കിറ്റ് പോലെ കൊടുക്കാം. നമ്മളങ്ങനെ മോൻ്റെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ചില പ്രശ്നങ്ങൾ ഇതിനോടൊപ്പം നേരിടുന്നും ഉണ്ട്. അപ്പം ട്രെയിനിങ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്കുണ്ടാവുന്ന പ്രശ്നം ട്രെയിനിങ് സമയത്ത് ആളുകൾ വ്യത്യസ്തവരാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ചിലർക്ക് നന്നായി ചെയ്യാൻ പറ്റും, ചിലർക്ക് നന്നായി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചിലർ ഈ പറയുന്ന ഗം യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഡിഫറൻസ് വരാറുണ്ട്. ചിലരത് അതിൻ്റെ പാകത്തിന് ഡയലൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യും, ചിലർ ചെയ്യുമ്പോൾ അത് അങ്ങനെ ആവാറില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അത് എന്തിനും പ്രാക്ടീസ് ആണല്ലോ. പ്രാക്ടീസ് ചെയ്ത് ഇപ്പം നമ്മുടെ കൂടെ ഉള്ള ചേച്ചിമാർ നല്ല പ്രൊഫഷണൽസ് ആണ്. അവർ ഇപ്പം ഇന്ന് വൈകുന്നേരം നമ്മൾ കൊടുത്താൽ അത് നാളെ രാവിലെ അത് സെറ്റ് ആക്കി തരും. ഒരു ടെൻഷനും ഇല്ല. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു സംരംഭകയെ സംബന്ധിച്ച് ഏറ്റവും സമാധാനമുള്ള ഒരു കാര്യം. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെയും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്കിന്റെ എമൗണ്ട് അത് നമുക്ക് തരുമ്പോൾ പിന്നെ ഇനി ഒരു ടെൻഷനും ഇല്ല എന്നുള്ളൊരു സംഭവത്തിൽ നമുക്ക് ഇരിക്കാമല്ലോ. അതിനൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ചേച്ചിമാരെ സഹായിക്കുന്നതിനോടൊപ്പം എനിക്ക് ഏറ്റവും സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നത് എൻ്റെ അച്ഛനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ്. അപ്പം അവരാണ് ഇപ്പം എനിക്കെന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ഫൈനൽ പ്രോഡക്ട്സിനെ നോക്കുന്നതും അല്ലെങ്കിൽ ഒന്നും കൂടെ എല്ലാം ഫുൾ ചെക്ക് ചെയ്തിട്ടേ അവർ വിടാറുള്ളൂ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിരിക്കുന്നത് എൻ്റെ അച്ഛനോട് തന്നെയാണ്. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു ട്രെയിനിങ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ധനൂജ തന്നെയാണ് സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഈ ട്രെയിനിങ്ങിന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? സോ എത്ര നാളെടുത്തു ഒന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് എത്താൻ? ശരിക്കും നമുക്ക് ആ കോവിഡിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ 1 മാസമാണ് നമുക്ക് ആദ്യം ട്രെയിനിങ് കിട്ടിയത്. അതിനുശേഷം നമ്മൾ നല്ലതായി ചെയ്യുന്നത് കണ്ടപ്പോൾ ഉള്ള അവസരം കിട്ടിയപ്പോൾ ഒരു 3-4 മാസത്തോടുകൂടി നമ്മൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് അത് നമ്മൾ പഠിച്ചു. അതെങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതും അതിൻ്റെ അകത്ത് ഇപ്പം ആദ്യം എന്നെ പഠിപ്പിച്ച സാറ് കാണിച്ചു തന്നതിനേക്കാളും ഈസി മെത്തേഡിൽ കൂടുതൽ ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ഗുരുവിനേക്കാൾ അത് ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ ഹസ്ബൻഡാണ് ഇങ്ങനെയുള്ള ടെക്നിക്സിനെ പറ്റി എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തപ്പം കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. പിന്നീട് നമ്മളിപ്പം ക്രീസിങ് മെഷീനൊക്കെ യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രീസിംഗ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡൗട്ട് എനിക്കും വന്നു. നമ്മളിങ്ങനെ ആ ഒരു അളവിനനുസരിച്ച് ഫോൾഡ് ചെയ്യാൻ പാകത്തിന് ആക്കുന്നതാണ്. അതെ, അതിന് പെർഫെക്റ്റ്ലി ആ ഒരു അതിനകത്ത് ആ സൈസ് നമ്മൾ സെറ്റ് ചെയ്യും. അതനുസരിച്ച് അത് വരയിട്ട് കിട്ടും. അപ്പം അതനുസരിച്ച് അത് ഹോൾഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ എന്തായാലും ആ ഒരു ഡൗട്ട് നമുക്ക് തീർന്നിട്ടുള്ള സന്തോഷത്തിൽ ഒരു പാട്ട് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷമാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു പേപ്പർ ബാഗ് യൂണിറ്റിനെ പറ്റി അറിയാനായിട്ട് പോകുന്നത്. എനിക്കറിയാം കുറേയധികം സംരംഭകരും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു സംരംഭകയെ പുറത്ത് കൊണ്ടുവരാൻ കൂടി നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എടുത്ത് കൂട്ടിക്കോളൂ. പാട്ടുകൾ കേൾക്കാം. തിരിച്ചെത്തുന്നുണ്ട് SK ജംഗ്ഷനിൽ. കൂടെയുള്ള തന്നെയാണ് SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. അങ്ങനെ നമ്മൾ കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ തന്നെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിച്ച് പരിചയമുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ്, പേപ്പർ ബാഗ്. ഈ പേപ്പർ ബാഗിന്റെ യൂണിറ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ അറിയുന്നത്. ഇത് വെറുതെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വെറുതെ ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന എന്നുള്ളൊരു തോട്ട് നമ്മളിൽ പലർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ഇത് അത്ര എളുപ്പമല്ല മക്കളെ. എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ അറിയുന്നുണ്ട്. ആൻഡ് കൂടെ എത്തിയിട്ടുള്ളത് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻഡ് മാങ്ങാനം സർവീസ് സഹകരണ ബാങ്കിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ധനൂജ സുരേന്ദ്രനാണ്. സോ ധനൂജ, നമ്മൾ കുറേ സംസാരിച്ചു പോന്നു. ലൈക്ക് എന്താണ് ഈ ഒരു പേപ്പർ ബാഗ് യൂണിറ്റിന്റെ ഉദ്ദേശം, അതുപോലെ എത്രത്തോളം നമുക്ക് ഈ ഒരു ട്രെയിനിങ് പ്രോസസ് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ കുടുംബശ്രീയിലേക്ക് വരാണ്. ആക്ച്വലി നമുക്കറിയാം കുടുംബശ്രീയിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെമ്പർ കൂടിയാണ് ധനൂജ. കുറച്ച് മുൻപേ നമ്മൾ സംസാരിച്ചു, അതായത് നമ്മുടെ ഇപ്പോൾ സർഗക്ഷേത്രയിൽ കുടുംബശ്രീ വേറെ ലെവലാണ്
തവണ എപ്പിസോഡുകളിൽ വന്നവരെല്ലാവരും ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യാനായിട്ട് വന്നവരാണ്. പക്ഷേ ധനുജ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു സംരംഭക തന്നെയാണ്. അപ്പോൾ കുടുംബശ്രീയുടെ ഒരു സഹായം എത്രത്തോളം ഈ ഒരു സംരംഭത്തിൽ ധനുജയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ ഖത്തറിലായിരുന്നു, അവിടുന്ന് വന്നതാണ്. അപ്പം ഈ കോവിഡിന്റെ സമയത്ത് ഗവൺമെന്റ് ഒരുപാട് സ്കീമുകൾ തന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരുടെ ജോലിയൊക്കെ പോയതുകൊണ്ട്. അങ്ങനെ നമ്മളും ഈ കുടുംബശ്രീയുടെ തന്നെ പ്രവാസി ഭദ്രതാ ലോൺ, അത് പലിശരഹിത ലോണാണ്. അപ്പം ആ ലോൺ നമ്മൾ എടുത്തിരുന്നു. അത് നമുക്ക് റോ മെറ്റീരിയൽസ് വാങ്ങിക്കുവാനും ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കുടുംബശ്രീയുടെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ജില്ലാ മിഷൻ ആണെങ്കിലും അതുപോലെ നമ്മുടെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ആണെങ്കിലും ഒക്കെ എല്ലാ കാര്യത്തിനും വളരെയധികം സപ്പോർട്ടീവാണ് അവരൊക്കെ. അപ്പം അവരൊക്കെ തന്ന പിന്തുണ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. കുടുംബശ്രീയുടെ കാര്യം പ്രത്യേകം നമ്മൾ ഈ സംരംഭകത്തിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സംരംഭങ്ങൾ തുടങ്ങാൻ മാത്രമല്ല, അത് മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളിലും എല്ലാവിധ സപ്പോർട്ടും, അതെന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് തരണം ചെയ്യാൻ വേണ്ടി എല്ലാവിധ സപ്പോർട്ടും സഹായം ചെയ്തു തരുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ തുടങ്ങിക്കോ എന്നുള്ളതല്ല. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഫണ്ടിങ്ങിൻ്റെ പ്രശ്നമുള്ള അത് ഇന്ന പോലൊരു സംഭവം ഉണ്ടെന്ന് നമ്മളോട് പറയും, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊരു സിംഗിളായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും ഈ കുടുംബശ്രീയുടെ സപ്പോർട്ടോടുകൂടി തന്നെ തുടങ്ങുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെയാണ് കുടുംബശ്രീ ഇപ്പം പല സ്റ്റേറ്റും മാതൃകയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവിടുത്തെ. അതുകൊണ്ട് ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറച്ചു പറയുകയാണ്, കുടുംബശ്രീയുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ ഏത് സംരംഭം തുടങ്ങിയാലും ഇപ്പം എനിക്ക് അനുഭവമാണ്, നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് കുടുംബശ്രീ തരുന്നത്. പ്രത്യേകിച്ചും കുടുംബശ്രീ വഴിയാണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ചെല്ലുമ്പോൾ. ഇവിടെ പലതരത്തിലുള്ള ലോണുകളും അല്ലെങ്കിൽ വായ്പാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ എവിടെ ചെന്നാലും ആദ്യം ചോദിക്കും, നിങ്ങൾ കുടുംബശ്രീ അംഗമാണോ, നിങ്ങൾ കുടുംബശ്രീയിൽ നിന്നാണോ ഇത് എടുത്തിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും എനിക്ക് വളരെ അഭിമാനമാണ്, സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ജനപ്രതിനിധി ആയിട്ടിരിക്കുന്നത് കൂടെ കൊണ്ട് തന്നെ വളരെ സന്തോഷമാണ്. കാര്യം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തന്നെ ആയിരിക്കുമല്ലോ മറ്റുള്ളവർക്കും ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇവിടുത്തെ കുടുംബശ്രീ ജില്ലാ മിഷൻ, പ്രത്യേകിച്ചും രാജീവ് സാർ അടക്കമുള്ളവർ ഒരുപാട് സപ്പോർട്ടീവാണ്. അത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കുടുംബശ്രീയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഒന്നായി മുന്നേറാം എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു ടാഗ് ലൈനോട് 100 അല്ല 200% നീതി പുലർത്തുന്ന ഒരു ടീം തന്നെയാണ് കുടുംബശ്രീ. കാരണം ആ ഒരു ടാഗ് ലൈനിൽ മാത്രമല്ല പ്രവർത്തികളിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എങ്ങനെ പോയാലും കുടുംബശ്രീയുടെ ഒരു പങ്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമാണ്. അത് കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ അതിനെപ്പറ്റി അവെയർ അല്ലെങ്കിൽ സർഗക്ഷേത്ര വഴി നമ്മൾ എല്ലാവരും അറിയിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ പേപ്പർ ബാഗ് യൂണിറ്റിന്റെ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയാണല്ലോ എല്ലാവർക്കും അറിയാൻ താല്പര്യം. ശരിക്കും ഈ ഒരു പേപ്പർ ബാഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള അതിന്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ ഇതിന്റെ റോ മെറ്റീരിയൽസ് ഇതൊക്കെ എന്തൊക്കെയായിരിക്കും? എനിക്കറിയാം ഓരോ കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ മാറേണ്ടി വരും. പക്ഷെ എന്നാലും ബേസിക് ആയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു പേപ്പർ ബാഗിന് ആവശ്യപ്പെടുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ പേപ്പർ തന്നെയാണ്. പക്ഷേ പേപ്പർ എന്ന് പറയുമ്പോൾ ചില കസ്റ്റമേഴ്സിന് ചെറിയ ബാഗാണ് ആവശ്യം, ചിലർക്ക് വലുതാണ്. അപ്പോൾ അത് ഡിപ്പെൻഡ് ഓൺ സൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയലിൽ അത് മെയിനായിട്ട് പേപ്പർ, അതും അളവ് നമ്മൾ കൊടുക്കുന്ന അളവിനനുസരിച്ച് മുറിച്ച് കിട്ടുന്ന പേപ്പർ, അതാണ് റീലല്ല പേപ്പർ. അപ്പം അത് നമ്മൾ ഓർഡർ അനുസരിച്ച് പറയും, ഇന്ന പേപ്പറിനാണ് അല്ലെ ഇന്ന കവറിനാന്ന് പറയുമ്പോൾ അവരതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് തരും. ചില സാഹചര്യങ്ങളിൽ കട്ട് ചെയ്യുന്നത് കൂടി പോകാനും കുറയാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫോൾഡിങ്ങിനെ അത് ബാധിക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് വേണ്ടത് ഗമ്മാണ്. അതുകൂടാതെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെഡിമെയ്ഡ് പേപ്പർ ഹാൻഡിലുകളുണ്ട്. നേരത്തെ നമ്മൾ തന്നെ കട്ട് ചെയ്ത് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് റെഡിമെയ്ഡായിട്ട് നൈലോണിൻ്റെയും പേപ്പറിൻ്റെ തന്നെ കൈപ്പിടികൾ കിട്ടാൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഉള്ള റോ മെറ്റീരിയൽസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി നല്ല കഷ്ടപ്പാട് തന്നെയാണ്. കാര്യം ചിലപ്പോൾ ഗം ഒട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവും. ഈ ഹാൻഡിൽ സ്ട്രോങ് അല്ലെങ്കിൽ ചില ഹാൻഡിൽ തീർത്തും കട്ടി കുറഞ്ഞതായിരിക്കാം. അപ്പം അത് നമ്മളൊന്ന് പിടിക്കുമ്പോൾ തന്നെ പോരാൻ സാധ്യതയുണ്ട്. അതിപ്പം അതിൻ്റെ ഈ ഗമ്മിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. റോ മെറ്റീരിയൽസ് ഇത്രയേ ഉള്ളൂ. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ റോ മെറ്റീരിയൽസ് നമ്മൾ ഇത്രയേ ഉള്ളൂ എന്ന് കേൾക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ടെൻഷൻ അവിടെ വളരെ കൂടുന്നുണ്ട്. കാരണം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആളുകൾക്ക് കൊടുക്കണം. സംഭവം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാലും കൺസ്യൂമർ അവസാനം നോക്കുന്നത് പ്രൊഡക്റ്റിന്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് മാത്രമായിരിക്കും അല്ലേ? ഇത് കൂടാതെ തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ ചില കസ്റ്റമേഴ്സ് പ്രിന്റിങ്ങോട് കൂടിയുള്ള കവർ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് സ്ക്രീൻ പ്രിന്റിങ് ചെയ്യണം. അപ്പം അതിനാവശ്യമായ മഷി വേണം. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിലൂടെ ഇൻക്ലൂഡ് ആണ്. നമ്മളൊക്കെ ഇനിഷ്യൽ സ്റ്റേജിൽ
പ്ലെയിൻ കവേഴ്സാണ് കൊടുത്തോണ്ടിരുന്നത്. പിന്നീടാണ് സ്ക്രീൻ പ്രിന്റിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അതിലേക്കൊക്കെ മാറി ചെയ്യാൻ തുടങ്ങിയതും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഈ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. എങ്ങനെയാണ് ഈ നോർമൽ പേപ്പർ എല്ലാം നമുക്കറിയാം, എന്നാലും നമ്മൾ പേപ്പർ ബാഗ്സിന് യൂസ് ചെയ്യുന്ന ഈ ഒരു പേപ്പറിൽ നിന്ന് ഈ ഫൈനൽ ഔട്ട്പുട്ട് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്പീഡിൽ പറഞ്ഞു പോയാലോ? ഇപ്പം പറഞ്ഞ പോലെ തന്നെ സൈസ് ചെറിയ സൈസ് ആണെങ്കിൽ അതനുസരിച്ചുള്ള പേപ്പർ കട്ട് ചെയ്യുന്നു, അത് ക്രീസ് ചെയ്യുന്നു, അതിനുശേഷം അത് ഫോൾഡ് ചെയ്ത് പശ തേച്ച് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ ഇപ്പം കസ്റ്റമർ ചിലപ്പം പേപ്പറിൻ്റെ തന്നെ ഹാൻഡിൽ പറയാറുണ്ട്, അതല്ലെങ്കിൽ നൈലോൺ പറയാറുണ്ട്. അതും എല്ലാം ഹാൻഡ് മെയ്ഡ് തന്നെ നമ്മളത് പശ തേച്ച് ഒട്ടിച്ച് ചിലപ്പോൾ ഭാരമുള്ള എന്തിൻ്റെയും അടിയിൽ കൊണ്ട് വെക്കും. ഒരു രാത്രി മുഴുവൻ അങ്ങനെ വെച്ചാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രിൻറ്റിങ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്രീസിങ് കഴിഞ്ഞ് നമ്മൾ പ്രിൻറ്റിങ് ചെയ്യാറാണ്, സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്യാറാണ്. അതിനുശേഷമാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് ഫൈനൽ പ്രൊഡക്ട്സിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ചോദിച്ച പോലെ തന്നെ സ്പീഡിൽ തന്നെ നമ്മുടെ സ്വന്തം ധനുജ പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്പീഡിൽ ഒരു പാട്ട് അങ്ങോട്ട് കേട്ടല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ആ പാട്ടുകൾ ഈസ് ഓൺ ദി വേ. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ. കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള എപ്പിസോഡുകളുടെ സ്പെഷ്യൽ യൂണിറ്റിനെ പറ്റിയിട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ ബാഗ് യൂണിറ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ കേൾക്കാൻ സ്റ്റേ ട്യൂൺഡ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം SK ജംഗ്ഷനിൽ കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള എപ്പിസോഡുകളാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പേപ്പർ ബാഗിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പേപ്പർ ബാഗിന്റെ യൂണിറ്റിനെ പറ്റിയിട്ടാണ് അറിയുന്നത്. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അതുപോലെ മാങ്ങാനം സർവീസ് സഹകരണ ബാങ്കിലെ പ്രസിഡന്റുമായിട്ടുള്ള ധനുജ സുരേന്ദ്രൻ. ധനുജ, നമ്മൾ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. പേപ്പർ ബാഗിന്റെ നിർമ്മാണത്തിൽ വരെ എത്തി നിൽക്കുമായിരുന്നല്ലോ നമ്മൾ ആക്ച്വലി കുറച്ച് മുൻപ്. ഇതിനെ റോ മെറ്റീരിയൽസിനെ പറ്റി സംസാരിച്ചു, പ്രോസസ്സിനെ പറ്റി സംസാരിച്ചു. പക്ഷെ നമ്മൾ വീണ്ടും ബേസിലേക്ക് പോവാണ്, ആദ്യത്തെ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റേജിലേക്ക് പോവാണ്. ഇപ്പോൾ D&K ബയോ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സംരംഭത്തിലാണ് ധനുജയുടെ ഒരു എന്താ പറയുക മെയിൻ മേഖല. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് മാനുഫാക്ചർ ചെയ്തത് ഏത് തരത്തിലുള്ള പേപ്പർ ബാഗ്സ് ആയിരുന്നു? ഇപ്പൊ എനിക്ക് തോന്നുന്നു സിംഗിൾ ലെയർ, അതുപോലെ മൾട്ടി ലെയർ, ഇപ്പൊ കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞ പ്രിന്റഡ് ആയിട്ടുള്ള പേപ്പർ ബാഗ്സ്, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഏത് ഒരു പേപ്പർ ബാഗ്സ് ആയിരുന്നു, ഏത് തരത്തിലുള്ള പേപ്പർ ബാഗ്സ് ആയിരുന്നു ആദ്യം തുടങ്ങിയത്? ആദ്യം നമ്മൾ കൊടുത്തത് മൊബൈൽ കടയിലേക്ക് ഒരു ചെറിയ കവറാണ്. അത് പ്രിന്റഡ് അല്ലായിരുന്നു. നമ്മൾ ഈ നോർമൽ മെഡിസിൻ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടത്തില്ലേ ചെറിയ ഒരു കവർ, അതായിരുന്നു. അതിനുശേഷം നമ്മൾ ഒപ്റ്റിക്കൽസിലേക്ക് കൊടുത്തു. അതൊക്കെ പ്രിന്റ് ചെയ്താണ് കൊടുത്തത്. അതെ, അങ്ങനെ കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് കിട്ടിയ ഒരു വലിയ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് ബാഗിൻ്റെ ആയിരുന്നു. അത് തന്നെ പല ഡിഫറെൻറ്റ് കളേഴ്സിൽ, അതായത് ബ്ലാക്ക് പേപ്പറിൽ ഗോൾഡൻ ബോർഡർ ഒക്കെ വെച്ചിട്ട് ഒക്കെ കസ്റ്റമറൈസ്ഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് ഇനിഷ്യലി നമുക്ക് കിട്ടിയത്. അതിനുശേഷം പയ്യെ നമ്മൾ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങിയ ശേഷമാണ് ഇപ്പം നമ്മൾ കോട്ടയത്ത് പല കടകളിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി അവിടെയൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. പക്ഷേ ഇനിഷ്യലി നമ്മൾ ആദ്യം ഒരു ഓർഡർ എന്നുള്ള രീതിയിൽ ചെന്നപ്പം നമുക്ക് പെട്ടെന്ന് തന്നത് ഈ പറഞ്ഞ മൊബൈൽ ഷോപ്സും ഒപ്റ്റിക്കൽസും ഒക്കെയാണ് ആദ്യം തന്നത്. പക്ഷേ അതിനുശേഷം ഇവർ ഈ നമ്മളുടെ എവിടെ ചെന്നാലും നമ്മളോട് മോഡൽസ് ചോദിക്കും. നമ്മൾ ഹാൻഡ് മെയ്ഡ് ചെയ്ത കാര്യങ്ങൾ അവർക്ക് കാണാൻ അവർക്കറിയാം. അവരത് നോക്കി പെർഫെക്റ്റ് ആണ് എന്നുണ്ടെങ്കിലേ നമുക്ക് ഓർഡർ തരത്തുള്ളൂ. ഈ പേപ്പർ ബാഗിനെ പറ്റി ഇപ്പം അന്ന പറഞ്ഞതുപോലെ അറിയില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മളെക്കാളും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ചുറ്റും നിൽക്കുന്നത്. പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽസ് കടകളിൽ ഇരിക്കുന്നവർക്ക് ഇതിന്റെ ക്വാളിറ്റിയും ഒക്കെ നന്നായി അറിയാം. അപ്പം അങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് അവിടെയാണ് നമുക്ക് തുടങ്ങിയത്. ഒത്തിരി പ്രത്യേകിച്ചും നമ്മളൊരു വുമൺ ഓൺട്രപ്രണർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നിട്ട് ഇങ്ങനെ ആദ്യം നമുക്കും എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്നാലും ഇത് ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഹാൻഡ് മെയ്ഡ് ആണ്, ഇതിന് ഇത്ര റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ഒന്നെടുത്ത് സഹായിക്കാമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ഓർഡർ തന്ന ആൾക്കാരുമുണ്ട്. റിജക്ഷൻസും ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പം ആ പേപ്പറിൻ്റെ ക്വാളിറ്റിയെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ അത് ചെയ്തത് ഇങ്ങനല്ല, എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ സാധനം കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് ആദ്യ സമയത്ത് വിഷമം തോന്നിയിട്ടുണ്ട് റിജക്ഷൻ വന്നപ്പം. പക്ഷെ പിന്നീടാണ് നമുക്കത് മനസ്സിലായത് ഇതിൻ്റെ അകത്തും കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത്. നമ്മളോർക്കും പേപ്പർ ബാഗ് അല്ലേ ഇല്ലയെന്ന്, പക്ഷെ അങ്ങനെയല്ല, കോമ്പറ്റീഷൻ നന്നായിട്ടുള്ള ഒരു ഫീൽഡാണ്. പക്ഷെ നമ്മൾ ഇനിഷ്യലി നമുക്കിതൊന്നും പ്രത്യേകിച്ചും നമുക്കത് തിരിച്ചറിയാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നമുക്കത് മനസ്സിലായി.
അതുകൊണ്ട് ഇപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ധനുജ ഇനീഷ്യൽ ടൈമിൽ കിട്ടിയിട്ടുള്ള ആ ഒരു റിജക്ഷൻസ് ഉണ്ടല്ലോ, അത് നന്നായും തോന്നുന്നു. കാരണം നമുക്ക് ബെസ്റ്റ് ആയിട്ട് ചെയ്യണം, അതായത് ഇപ്പൊ പറഞ്ഞവരെ കൊണ്ട് തിരിച്ച് പറയിപ്പിക്കണം എന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാക്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിലും ആ ഒരു ക്വാളിറ്റി അറിയാതെ തന്നെ വരും എന്നാണ് എന്റെ വിശ്വാസം. അല്ല, തീർച്ചയായിട്ടും. കാര്യം എനിക്ക് റിജക്ഷൻ കിട്ടിയെടുത്തു എന്ന് എനിക്ക് പിന്നീട് എന്നെ വിളിച്ച് അവർ ഓർഡർ തരികയും ചെയ്തു. അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു കാര്യം കൂടിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. കാര്യം റിജക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു നല്ല ഓർഡർ ആയിരുന്നു. ഒരു 1500 മേലെ കവർ കൊടുത്തോണ്ടിരുന്നതാണ്. അവര് അവിടെ നിന്ന് എന്തോ ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ അവരത് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം അവർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് നല്ലത് എന്ന് പറഞ്ഞ് നമ്മളടുത്തു നിന്ന് തന്നെ എടുക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പുറത്തേക്ക് വരാത്ത സംരംഭകരെ നിങ്ങൾക്കുള്ള ചെറിയ ചെറിയ ടിപ്സും നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഈ ഒരു മേഖലയിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ നിന്ന് കേൾക്കുമ്പോഴാണ് ആ ഒരു ഊർജം ഓരോരുത്തരിലേക്ക് എത്തുന്നത്, അല്ലെ? തീർച്ചയായിട്ടും. അതെ, എന്ത് സംരംഭം തുടങ്ങാനാണെങ്കിലും നമുക്ക് ബിസിനസ് ഒക്കെ തുടങ്ങാൻ പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇതിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ ഫണ്ട് ഒരു വലിയ പ്രശ്നമായി വരും. അതായത് നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന പ്രോഡക്റ്റിന് നമ്മളൊരു നിശ്ചിത തുകയാണ് ഈടാക്കുന്നത്. പക്ഷെ നമ്മൾ നെക്സ്റ്റ് മന്ത് പേപ്പർ ഓർഡർ ചെയ്യുമ്പോൾ അവർ പേപ്പറിന്റെ വില കൂട്ടും. പക്ഷെ നമുക്കത് അതിനകത്ത് ഇപ്പം കൊടുത്ത കൊട്ടേഷൻ പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു ലോസ് സഹിച്ച് തന്നെ നമ്മൾ ആ കസ്റ്റമർക്ക് മാക്സിമം നല്ല രീതിയിൽ തന്നെ കൊടുക്കും. അപ്പം നമ്മൾ ആ ലോസ് സഹിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. പിന്നെ എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ട്. അതിനെയെല്ലാം തരണം ചെയ്താണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മളും പോകുന്നു. അപ്പം എന്തായാലും ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്നു. അതിനുശേഷമായിരിക്കും നമ്മൾ പേപ്പർ ബാഗിനെ പറ്റി അല്ലെങ്കിൽ പേപ്പർ ബാഗ് യൂണിറ്റ്സിനെ പറ്റി അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും പോകുന്നത്. കേട്ടോണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ് നമ്മൾ ഇന്ന് കുടുംബശ്രീ വേറെ ലെവലാണ് എന്ന എപ്പിസോഡിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ആക്ച്വലി കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ല, മറിച്ച് ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു സംരംഭകയെ തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഉറപ്പായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും ഇന്നത്തെ SK ജംഗ്ഷൻ എന്ന് ഞാൻ ഉറപ്പ് പറയാണ്, അല്ലേ ധനുജ? തീർച്ചയായും. ഇപ്പൊ ഞാൻ ധനുജ എന്ന് വിളിച്ചത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അതുപോലെ മാങ്ങാനം സർവീസ് സഹകരണ ബാങ്കിലെ പ്രസിഡന്റുമാണ്. അപ്പൊ എന്തായാലും നല്ലൊരു ഭക്ഷണം കഴിച്ചു. ഇപ്പൊ നമ്മുടെ അമ്മയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ച് അന്ന് നമ്മൾ അമ്മോട് പറയും, അമ്മേ ഇത് സൂപ്പർ ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മയുടെ മുഖത്ത് വന്നില്ലെങ്കിലും മനസ്സിലൊരു അസല് ചിരി വന്നിട്ടുണ്ടായിരിക്കും, അല്ലെ? ശരിക്കും സന്തോഷം വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഏതൊരു ബിസിനസ്സിലാണെങ്കിലും ഏതൊരു ഓൺട്രപ്രണർ ആണെങ്കിലും അവർ സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവർ ഉപയോഗിച്ച്, അതായത് കസ്റ്റമർ ഉപയോഗിച്ച് തിരിച്ചൊരു ഫീഡ്ബാക്ക് തരിക എന്ന് പറയുന്നത് അത്രത്തോളം അവരുടെ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലേക്ക് അവരെ ഉയർത്താനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഒരു ഫീഡ്ബാക്കുകൾ തന്നെയായിരിക്കും. അത് നല്ലതാവാം, ചീത്തയാവാം, ഏത് രീതിയിൽ വേണമെങ്കിൽ ആവാം. അതൊക്കെ ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച് രണ്ടും ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടി ഉണ്ടായിരിക്കണം. ഉറപ്പായിട്ടും പേപ്പർ ബാഗ് എന്ന് പറയുന്നത് സംഭവം നമ്മൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നെങ്കിലും ആ ഒരു സിമ്പിൾനെസ്സിലേക്ക് അത് എത്തണമെങ്കിൽ അത്രമാത്രം നമ്മൾ കഷ്ടപ്പെട്ടാലേ അവിടെ എത്തുള്ളൂ. ഫീഡ്ബാക്സ് കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. എങ്കിലും എങ്ങനെയായിരിക്കും ഒരു ബെസ്റ്റ് മെമ്മറി ഓർമ്മയുണ്ടോ? ബെസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെയാണ്. ഞാൻ ഏത് കടയാന്നൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, കാര്യം ബിസിനസ് ആണ്, കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട്. അതാണ് ഇതാണടാ ബിസിനസ് വുമൻ എന്നൊക്കെ. കോട്ടയത്ത് തന്നെയുള്ള ഒരു ഷോപ്പാണ്. ഞാൻ ചെന്ന് ഞാനിങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്ക് കുറച്ച് ഓർഡർ തരാമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഓർഡർ തരാമെന്ന് പറഞ്ഞ് അതിനുശേഷം എന്നോട് പറഞ്ഞു ഒരു കൊട്ടേഷൻ തരാൻ പറഞ്ഞു. ഞാൻ കൊട്ടേഷൻ കൊടുത്ത ഉടനെ അത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ അവിടെ എൻ്റെ കവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിനുശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ശരിക്കും അടുത്ത ഓർഡർ തരാനായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതൊന്നുമല്ല, കവറിന് അതിൻ്റെ ഹാൻഡിലിന് ഒരു ചെറിയ പ്രോബ്ലം ആയിരുന്നു. അപ്പം നമ്മളൊരു 1000 കവറാണ് കൊടുത്തത്. അപ്പം എന്നെ വിളിച്ചിട്ട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്, തന്ന കവറിൻ്റെ ഹാൻഡിലിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, സർ ഞാനത് മാറ്റിത്തരാം, കുഴപ്പമില്ല എന്ന്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇനിഷ്യലി ഉള്ള ഒരു ഇതാണ്, സ്റ്റാർട്ടപ്പാണ്, സാരമില്ല ശ്രദ്ധിച്ചാൽ മതി എന്ന് വളരെ സ്നേഹത്തോടെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്നും ഇന്നും നമുക്ക് ആ ഒരു സപ്പോർട്ട്, അതായത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയുമ്പോൾ
പറയും ശ്രദ്ധിക്കണം എന്ന് പറയും, നല്ലതാണെങ്കിൽ വിളിച്ചിട്ട് പറയും നല്ലതാണെന്ന്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഷോപ്പ് തന്നെ നമ്മളെ കൊണ്ട് കസ്റ്റമൈസ് ചെയ്ത് കവർ ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോൾ അത് നമ്മൾ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുകയാണ്. ലാർജ് സ്കെയിൽ ഓർഡർ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് പുറത്ത് പ്രിന്റ് ചെയ്യിച്ച് കൊടുക്കുകയാണ്. അത് സ്ക്രീൻ പ്രിന്റിൽ പറ്റില്ല, ഓഫ്സെറ്റ് പ്രിന്റിങ് തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും ഉണ്ടായിരുന്നു, നെഗറ്റീവ് ഫീഡ്ബാക്കും ഉണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ കൊടുക്കുന്ന പലയിടത്തുനിന്നും നമ്മളടുത്ത് വിളിച്ച് പറയാറുണ്ട് നല്ല രീതിയിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന്. അങ്ങനെ നമ്മളടുത്ത് അല്ലാതെ അവരത് ഡ്രോപ്പ് ചെയ്ത് പോവുകയല്ല. എല്ലാവരും പറയും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണല്ലോ, പ്രത്യേകിച്ചും സ്ത്രീകളാവുമ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമല്ലോ. നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പം ഈ പറയുന്ന പോലെ ടെക്നിക്കലി പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ചില പോരായ്മല്ലോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, സ്ത്രീകൾ എല്ലായിടത്തും ഒന്നാമതാണ്. പക്ഷേ ടെക്നിക്കലി പറയാൻ ചില കാര്യങ്ങൾ പ്രയാസം ഉണ്ടാവും. പക്ഷേ എന്നാലും അവർ വളരെ മാന്യമായി വിളിച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ ഫീഡ്ബാക്കിലെ നെഗറ്റീവ് ഫീഡ്ബാക്കുകളാണ് നമ്മളെ കൂടുതലും നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ തന്നത് അത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു ഇനിഷ്യലി നമ്മൾ ഒരു കാര്യത്തിൽ, അത് ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും ഇനിഷ്യലി നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അത് തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാൾ കൊള്ളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബിസിനസ്സേ അടച്ചുപൂട്ടി പോയേക്കാന്നായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല, അത് തിരുത്തണം, മുന്നോട്ട് പോകണം എന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ഈ ഫസ്റ്റ് ഓർഡറിന് ചെന്ന് ആ കോട്ടയത്തെ ഒരു ഷോപ്പിലെ ഓണർ തന്നെയാണ് പറഞ്ഞു തന്നത്. അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് മനസ്സിലായി കാണും. ഇനിഷ്യലി തുടങ്ങിയതുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മൾ പറയില്ലേ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ വിമർശനങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പലതരത്തിലുള്ള ആളുകളെയൊക്കെ കണ്ടു പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റും. എന്തായാലും പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും എനിക്കതൊരു എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഈ ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും മുന്നോട്ട് പോകാൻ കിട്ടിയ ഏറ്റവും വലിയ മോട്ടിവേഷൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ്. ഓക്കെ, അതിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് കയറിയുള്ളൂ. തീർച്ചയായിട്ടും വീണാലേ നമ്മൾ എഴുന്നേക്കാൻ പഠിക്കുകയുള്ളൂ എന്ന് പറയുന്നത് സത്യമാണ്. നെഗറ്റീവ് ഫീഡ്ബാക്കിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഓരോ കാര്യത്തിലും നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കും. നമുക്കൊരു നഷ്ടം വന്നാലും കൊടുക്കുന്ന പ്രോഡക്റ്റ് നന്നായിരിക്കണം. ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ കുറച്ച് ഡൗൺ ആവുമായിരിക്കും. എന്നാൽ പോലും നമ്മൾ കൊടുക്കുന്നത് നന്നായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളത് നമ്മളെ തേടി അറിയാതെ തന്നെ എത്തും. അപ്പോൾ എനിക്കും പറയാനുള്ളത് കുറച്ച് മുൻപേ ധനുഷ് സംസാരിച്ച കാര്യം തന്നെയായിരുന്നു കേട്ടോ. അതായത് ഏതൊരു ജോലിയിലാണെങ്കിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിവ്യൂസ് ഒരുപോലെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. സോ പോസിറ്റീവ് മാത്രം നമുക്ക് കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ ഒരൊറ്റ നെഗറ്റീവ് അതിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ ഒക്കെ നിർത്തിപ്പോകുന്ന, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പായി നമ്മുടെ ജീവിതമേ അവസാനിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള ചിന്തകളൊന്നും വരാൻ പാടില്ല. കാരണം അത് ജസ്റ്റ് ഒരു കോമയായിട്ട് കരുതുക. ഇനിയും നമ്മുടെ ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോയിന്റ് ആയിട്ട് ആ ഒരൊറ്റ നെഗറ്റീവ് റിവ്യൂവിനെ മാത്രം കാണുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പാട്ടിലേക്ക് അങ്ങോട്ട് പോവാണ് കേട്ടോ. കേട്ടോണ്ടിരിക്കുന്നത് SK ജംഗ്ഷൻ ആണ്, കൂടെയുള്ളത് അന്ന. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. അങ്ങനെ നമ്മൾ കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള ഒരു എപ്പിസോഡിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ല, മറിച്ച് ഒരു സംരംഭകയെ തന്നെയാണ്, അതും ഒറ്റയ്ക്ക് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭകയെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് പേപ്പർ ബാഗ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ധനുജ സുരേന്ദ്രൻ. ആൻഡ് ധനുജയെ പറ്റി പറയുകയാണെങ്കിൽ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്, അതുപോലെ മാങ്ങാനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ആണ്. ശരിക്കും എല്ലാവരും ഒരു പേപ്പർ ബാഗ് യൂണിറ്റിനെ പറ്റി ഇപ്പം നമ്മൾ സംസാരിച്ചത് എല്ലാവരും കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, ഇതിന് എത്ര പൈസ ചെലവുണ്ടായിരിക്കും, നമുക്ക് ഇനിയിപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിലും എത്രയാണ് ഇതിൻ്റെ പരിപാടികൾ എന്നുള്ളതൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നോർമലി കാണുന്ന പേപ്പറുകളൊന്നുമല്ല നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ക്വാളിറ്റി, അതിനനുസരിച്ചുള്ള പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. സോ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ധനുഷ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. എങ്ങനെയാണ്
പേപ്പറിൻ്റെ GSM ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ GSM അനുസരിച്ചാണ് ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നത്. തിക്നെസ് അനുസരിച്ചിട്ട് ഇപ്പം നോർമലി ഇപ്പോൾ 270 GSM എന്നുള്ളത് ഇപ്പം 1 kg അതിൻ്റെ പേപ്പറിന് 80 രൂപയാകും. അപ്പം ഇത് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളത് ഓരോ റിക്വയർമെൻറ്റ് അനുസരിച്ച്, അതായത് ഏത് സൈസ് കവറാണ് വേണ്ടത്, ഇത്ര കട്ടിയുള്ളതാണോ കട്ടി കുറഞ്ഞതാണോ, ഇതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്താണ് ഇതിൻ്റെ പേപ്പറിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഗമ്മാണ്. ഗം ഒരു 300 ആ ഒരു റേഞ്ചൊക്കെ വരും ഒരു ചെറിയ ഒരു പാക്കറ്റിന്. അതങ്ങനെ. അത് കൂടാതെ പിന്നെ നമുക്ക് വരുന്നത് സ്ക്രീൻ പ്രിൻറ്റിങ്ങിന് മഷി വാങ്ങണം, അത് കോസ്റ്റ് ആവുന്നുണ്ട്. അത് കൂടാതെ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്, നമ്മൾ ബൾക്ക് ഓർഡേഴ്സ് ആണെങ്കിൽ നമ്മൾ ഓഫ്സെറ്റ് പ്രിൻറ്റിങ് കൊടുക്കും. അപ്പം അങ്ങനെ ഇതിന് വരുന്ന ചിലവുകൾ അതാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഹാൻഡിലൊക്കെ നമ്മൾ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങുകയാണ്. അപ്പം അതടക്കം ഇതിൻ്റെയൊക്കെ ചിലവിൽ ഇൻക്ലൂഡഡ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. പിന്നെ ഇതിന് ശരിക്കും ഇത്ര ആകും എന്നെനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പേപ്പർ ബാഗ്, ഈ ക്യാരി ബാഗ് മാത്രമല്ല, നമ്മൾ ടെക്സ്റ്റൈൽ കവറും കൂടെ ചെയ്യുന്നുണ്ട്. നമുക്കൊരു മിഷനറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്സ്റ്റൈൽ കവറും കൂടെ അടിക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റൈൽ കവറും കൂടെ, അത് ടെക്സ്റ്റൈൽ കവർ പല സൈസാണ്, അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മെഡിക്കൽ സ്റ്റോറിനും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിനും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതധികം ആൾക്കാർക്ക് അറിയില്ല. കാര്യം നമ്മളത് ആവശ്യം അനുസരിച്ച് മാത്രമേ അത് ഓർഡർ എടുത്തിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. നമ്മൾ ബൾക്കായിട്ട് അത് സ്റ്റോർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആർക്കും അറിയില്ല. അത് റീലാണ്, അതായത് റീലാണ്. പേപ്പർ കട്ട് ചെയ്ത് വാങ്ങണ പേപ്പർ അല്ല, അത് റീലാണ്. അപ്പോൾ റീൽ വാങ്ങിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ ഇത്രയാകും എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഓരോ ദിവസവും പേപ്പറിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ കോസ്റ്റ് ആവുന്നുണ്ട്, നമുക്ക് തിരിച്ചതനുസരിച്ച് ലാഭം ഉണ്ട്, നഷ്ടമൊന്നും ഇല്ല, കുഴപ്പമില്ലാതെ പോകുന്നു. എന്ന് പറഞ്ഞാൽ അമിതമായ ലാഭം എന്നല്ല. ഈ പറഞ്ഞ പോലെ ഈ പേപ്പറിൻ്റെ വില കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബൾക്ക് ഓർഡേഴ്സ് ആണെങ്കിൽ ഓക്കെ, ഒരു പ്രശ്നമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ കവറിനൊക്കെ ഇപ്പോൾ ഒരു കോസ്റ്റ് ഞാൻ പറയാം. ഒരു പേപ്പറിൻ്റെ ബാക്കി മേക്കിംഗ് മാത്രമായിട്ട് പ്രിൻറ്റിങ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് 2.5-3 രൂപയാവും. ബാക്കി എല്ലാം കൂടെ വരുമ്പോൾ ഒരു 5 രൂപ 5.5 രൂപയൊക്കെ ആവും. ചിലപ്പോൾ 6 രൂപയ്ക്കായിരിക്കും പേപ്പർ നമ്മൾ കൊടുക്കുന്നത്, അല്ലെ 7 രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലുള്ള പ്രോഫിറ്റാണ് ചെറിയ ഇതിൽ കിട്ടുന്നത്. അതേസമയം വലിയ ഇതിലേക്ക് പോകുമ്പോൾ ബൾക്ക് ഓർഡേഴ്സ് ആണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ലാഭത്തിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. അതെല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ? അതെ, ഉറപ്പായിട്ടും. സോ ഇനി ഇൻഡിവിജ്വലി വരാണെങ്കിൽ, അതായത് നമ്മുടെ D&K ബയോ പ്രൊഡക്ട്സിലേക്ക് വരാണെങ്കിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, അതുപോലെ എങ്ങനെയൊക്കെയാണ് ആ ഒരു പ്രൊസീജിയർ പോകുന്നത്? ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞ ക്രീസിങ് ചെയ്യാനും സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്യാനും നമുക്ക് വീട്ടിൽ ഒരു ചേട്ടനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതെല്ലാം ചെയ്യുന്ന ഈ പ്രോഡക്ട്സ് നമ്മൾ കുടുംബശ്രീയിലെ ചേച്ചിമാർക്കാണ് കൊടുക്കുന്നത്. അവർ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ വീട്ടിൽ വന്ന് ഇതെടുത്തുകൊണ്ട് പോവുകയാണ് സാധാരണ ചെയ്യാറ്. അവർ കൃത്യമായും ആ എണ്ണത്തിനനുസരിച്ച്, അതായത് നമ്മൾ ഇത്ര എണ്ണം വെച്ചിട്ട് ഡിവൈഡ് ചെയ്താണ് കൊടുക്കുന്നത്. ഇവിടെ ഏറ്റുമാനൂരും അതുപോലെ നമ്മുടെ അടുത്തും ഒക്കെ എല്ലായിടത്തും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓർഡേഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് അവർ ചിലർ വന്നെടുക്കും, അല്ലാത്തവർക്ക് നമ്മൾ കൊണ്ടു കൊടുക്കും. അവരത് ഇന്ന് വൈകുന്നേരം കൊടുത്താൽ നാളെ രാവിലത്തേക്ക് അവരത് പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി നമ്മൾ ആ രീതിയിലാണ് മുന്നോട്ടിപ്പം പോകുന്നത്. ഓക്കെ, അപ്പം എന്തായാലും അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു പാട്ടും അങ്ങോട്ട് വരുന്നുണ്ട്. പാട്ടുകൾ കേട്ട് നമ്മൾ തിരിച്ചെത്തുന്നുണ്ട് SK ജംഗ്ഷനിൽ. കൂടെയുള്ള തന്നെയാണ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. അങ്ങനെ കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് പറയുക മാത്രമല്ല കേട്ടോ, പ്രവൃത്തിയിലൂടെ കാണിക്കുന്നുണ്ട്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് സർഗക്ഷേത്ര 89.6 FM. സോ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാനുള്ള ഒരു കാര്യം തന്നെയായിരിക്കും പേപ്പർ ബാഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തുടക്കത്തിലേ സംസാരിച്ച പോലെ 0 വേസ്റ്റേജ് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ എങ്ങനെ പോയാലും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ വരും. കാരണം നമുക്ക് എല്ലാം കറക്റ്റ് അളവിൽ തന്നെ ആയിരിക്കില്ല കിട്ടുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുറിച്ച് വരുമ്പോൾ ഒക്കെ എന്തായാലും ചെറിയൊരു എമൗണ്ട് ഉറപ്പായിട്ടും വേസ്റ്റേജ് ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ പേപ്പർ ബാഗിന്റെ നിർമ്മാണത്തിലെ കാര്യത്തിൽ പറയാനാണെങ്കിൽ എത്രത്തോളം വേസ്റ്റേജ് വരുന്നുണ്ട്, അതെങ്ങനെയാണ് ആക്ച്വലി വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നാണ് അറിയാനുള്ളത്. പേപ്പർ ബാഗിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് ഈ പേപ്പർ തന്നെ നമ്മൾ റീയൂസ് ചെയ്യാണ് ശരിക്കും. അതായത് പേപ്പറിന് ഇപ്പം ഹാൻഡിലിന് കട്ടി കുറവാണെങ്കിൽ നമ്മൾ അവിടെ ആ പേപ്പർ കട്ട് ചെയ്ത് കുറച്ച് ഗം ഒട്ടിച്ച് അത് ഒട്ടിക്കും. അതുപോലെ കട്ടി കൂട്ടും. അതുപോലെ അതിൻ്റെ അടിഭാഗത്തുണ്ടല്ലോ, അടിഭാഗത്ത് കട്ടി കുറവാണെന്ന് തോന്നിയാൽ നമ്മളത് ഇതൊട്ടിച്ച് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനുള്ളതും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തു നിന്നുള്ളൊരു വേസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ ഉള്ളത് സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്യുമ്പോൾ ഉള്ള
കോട്ടൺ നമ്മളിങ്ങനെ മഷി തൂക്കുമ്പോൾ ഉണ്ടാവുന്ന അതാണ് ഒരു വേസ്റ്റ് ആയിട്ട് വരുന്നത്. അത് ബയോബിൻ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണ്. അതല്ലാതെ കൂടുതലായിട്ടൊരു വേസ്റ്റ് ഇതിന് ഇല്ല. ശരിക്കും പ്രകൃതിയെ ഉപദ്രവിക്കാത്ത രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പ്ലാസ്റ്റിക് നിരോധിക്കൂ, പേപ്പർ ബാഗിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നത്. ശരിക്കും വേസ്റ്റ് കുറവാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാം, ഈ പറഞ്ഞ ഈ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് വേറെ ഒന്നുമില്ല, ഈ പേപ്പർ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും അവിടെ ഇല്ല. വേസ്റ്റേജ് വളരെ കുറവാണ്. വേസ്റ്റ് എന്ന് പറയാൻ ഒന്നും ഇല്ല. പിന്നെ നമ്മൾ ഈ ഗം ഒക്കെ തൂക്കുന്ന ആ കോട്ടൺ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊരു വേസ്റ്റേജ് ഇല്ല. ഓക്കെ, സോ ഇനി എനിക്ക് എല്ലാവർക്കും ഇപ്പോൾ എനിക്കറിയാം, ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ധനുഷയുടെ കാര്യങ്ങൾ അറിയാം. ധനുഷ ഒരുപാട് ധൈര്യമുള്ള ഒരു വനിത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയൊരു സംരംഭത്തിന് ആക്ച്വലി മുന്നിട്ടിറങ്ങിയിരിക്കുന്നതും. അപ്പോൾ ഇതുപോലെ തന്നെ ധൈര്യമുള്ള കുറേയധികം സംരംഭകർ പുറത്തേക്ക് വരാൻ ഒരു ചെറിയ സപ്പോർട്ട് കൊണ്ട് ആക്ച്വലി ചിലപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരോടൊക്കെ ആക്ച്വലി എന്താ പറയാനുള്ളത്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, അത് ഏത് ബിസിനസ് ആണെങ്കിലും അതിനെപ്പറ്റി നന്നായി മനസ്സിലാക്കുക. അതിൻ്റെ വരും വരായികളെ പറ്റി മനസ്സിലാക്കുക. ആദ്യം അതിൻ്റെ പോസിറ്റീവ് സൈഡിനെ പറ്റി അല്ല മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ നെഗറ്റീവ് സൈഡിനെ പറ്റിയാണ്. അത് ആദ്യം മനസ്സിലാക്കി അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഒറ്റയ്ക്ക് ഇറങ്ങുക. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് വെച്ചാൽ എൻ്റെ സ്ട്രെങ്ത് എൻ്റെ ഫാമിലിയാണ്. ആ സ്ട്രെങ്ത് കൊണ്ട് തന്നെയാണ് വളരെ പോസിറ്റീവായിട്ട് വളരെ സമാധാനത്തോടുകൂടി അതിന് എന്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായാലും ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനെ ഇറങ്ങി തിരിച്ചാലും നമ്മൾ ഒരു 3 വട്ടമല്ല, ഒരു 100 വട്ടം ആലോചിക്കണം. അതിനെപ്പറ്റി നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് സൈഡല്ല നെഗറ്റീവ് സൈഡ് മനസ്സിലാക്കുക. അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങുക. പിന്നെ കുടുംബശ്രീയായി ബന്ധപ്പെട്ട് സംരംഭം തുടങ്ങുന്നവർക്ക് എല്ലാവിധ സഹായവും കുടുംബശ്രീ ചെയ്യുന്നുണ്ട്. അതിപ്പം അതത് പ്രദേശത്ത് ഇപ്പോൾ ചെയർപേഴ്സൺ ഉണ്ടാവും, ഇല്ലെങ്കിൽ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ ഏറ്റവും വിധ സപ്പോർട്ട് തരുന്നുണ്ട്. അതുകൂടാതെ ഗവൺമെൻറ് ഒരുപാട് സ്കീംസ് തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം, പുതിയ സംരംഭം തുടങ്ങാം. പക്ഷേ അതിനേക്കാളപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നും നമ്മൾ അതിൻ്റെ വരും വരായികളും മനസ്സിലാക്കുക, നന്നായി സ്റ്റഡി ചെയ്യാം. ഇപ്പം എന്ത് ബിസിനസ്, ഇപ്പം ഞാൻ പേപ്പർ ബാഗിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പേപ്പറിനെ പറ്റി അറിയണം, അല്ലെങ്കിൽ അതിൻ്റെ എവിടെ അവൈലബിൾ ആകും എന്നുള്ളത്. നമ്മുടെ ചർച്ചയിലൊന്നും പറഞ്ഞില്ല ഞാൻ എവിടെ നിന്നാണ് ഈ സാധനം എടുക്കുന്നതെന്നുള്ളത്. ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം കൂടി ഇപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ പറഞ്ഞു വിടുകയാണ്. എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ പേപ്പർ ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്, മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്നാൽ, ഇന്ന GSM എന്ന് പറഞ്ഞ് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇങ്ങോട്ട് പാഴ്സൽ അയക്കുമ്പോൾ വരുന്നത് ചിലപ്പം കുറവുള്ളതായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രയാസം നേരിടാണ്. കാര്യം ഡയറക്റ്റ് പോയി എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് പോലെ അപ്പം നിയർ ബൈ ഉള്ളതിടത്തൊക്കെ ചിലപ്പം ഭയങ്കര കോസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിത് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് നമുക്ക് ക്വാളിറ്റി ഉള്ളത് നോക്കി നമ്മൾ എടുക്കാൻ പോകുമ്പം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേപ്പർ ബാഗിൻ്റെ കാര്യങ്ങൾ ഒരുപക്ഷെ ഇനി മുന്നോട്ട് കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നിപ്പം സീറോ വേസ്റ്റേജ് ഡേ ആയിട്ട് മാർച്ച് 30 മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അതുകൂടാതെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലായിടവും പ്ലാസ്റ്റിക് നിരോധിതമാക്കുന്നു. അതുകൂടെ ശുചിത്വം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരികയാണ്. അപ്പം എനിക്ക് ഉറപ്പാണ് ഇതിന് സാധ്യത കൂടുതലാണ്. പക്ഷേ നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെപ്പറ്റി നന്നായി പഠിച്ചിട്ട് വേണം ഇറങ്ങാൻ. പിന്നെ ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ കൃത്യമായും മനസ്സിലാക്കി തന്നെ യൂസ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാളിച്ച പറ്റും. കൃത്യമായും പ്രത്യേകിച്ചും ഫിനാൻഷ്യലി നമ്മൾ എങ്ങനെ, അതായത് നമ്മൾ 10 രൂപ മുടക്കുമ്പോൾ തിരിച്ച് നമുക്ക് എത്ര കിട്ടും എന്നുള്ള കാൽക്കുലേഷനോട് കൂടി തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതല്ലാതെ ബിസിനസ് ചെയ്യാം, അവർ ചെയ്തു അല്ലെങ്കിൽ ഇവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. അതെന്ത് തന്നെയാണെങ്കിലും നേരിടാനും പറ്റണം. ധൈര്യം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ വീക്കാവുന്ന സമയത്ത് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. പിന്നെ സാമ്പത്തികം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ബിസിനസ്സിനെ പോലെ തന്നെ ഇതിലും. നമ്മൾ കുടുംബശ്രീ ആയിട്ട് ചേർന്ന് നിന്ന് നടത്തിയാലും നമുക്കത് ഇൻകം കിട്ടിയാലേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുക. ഒരാൾ പറയുന്നത് കേട്ട് ഒരിക്കലും എടുത്ത് ചാടരുത്. ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ, ഇപ്പം എനിക്കും പല മോട്ടിവേഷണൽ ടോക്സ് കേൾക്കുമ്പോൾ തോന്നാറുണ്ട് അത് ചെയ്താലോ ഇത് ചെയ്താലോ എന്ന്. പക്ഷേ നമ്മൾ അതിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ പ്രയാസത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പല കാര്യങ്ങളും നമ്മൾ പ്രയാസം നേരിടുന്നുണ്ട്. പക്ഷേ എന്നാലും അതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നത് നമുക്ക്
അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസ് ഉള്ളത് അല്ലെങ്കിൽ സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അപ്പം ഈ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതും ചിലത് വന്നു ചേരുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പുതിയ ബിസിനസ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ചേച്ചിമാർ നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ, എടുത്ത് ചാടി പോകരുത്. പക്ഷേ ബിസിനസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മൾ ചെയ്യുന്നത് പോലെ കൃത്യമായി ബിസിനസ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളത് ഒരു വുമൺ ഓൺട്രപ്രണർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളതാണ്. സ്ത്രീകൾ ചെയ്യുന്ന പോലെ പെർഫെക്റ്റായിട്ട് പുരുഷന്മാർ മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ സ്ത്രീകൾക്കും ഏറ്റവും ബെസ്റ്റായി ചെയ്യാൻ സാധിക്കും. ഉറപ്പായിട്ടും എന്തായാലും ഞാനൊന്ന് മോട്ടിവേറ്റഡ് ആയി. നമുക്ക് വേഗം ഒരു പാട്ടിലേക്ക് പോകാം അല്ലേ? ഓക്കെ, അപ്പോൾ പാട്ടുകൾക്ക് ശേഷം നമ്മൾ ഇപ്പോൾ D&Kയുടെ തന്നെ ഫ്യൂച്ചർ പരിപാടികൾ എന്താണ് ഇപ്പം നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ടല്ലോ, എന്താണ് ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻസ്, അത് നമ്മൾ അറിയുന്നുണ്ട്. അതുപോലെ നമുക്ക് ഏതൊക്കെ രീതിയിൽ D&Kയെ പുതിയ രീതിയിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ വഴി അറിയുന്നുണ്ട്. കേട്ടോണ്ടേയിരിക്കൂ, SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത്. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. Once again, welcome back to SK Junction on സർഗക്ഷേത്ര 89.6 FM. നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അതുപോലെ മാങ്ങാനം സർവീസ് സഹകരണ ബാങ്കിലെ പ്രസിഡന്റുമായിട്ടുള്ള ധനുജ സുരേന്ദ്രനാണ്. ധനുജ സുരേന്ദ്രൻ നമുക്കറിയാം കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള എപ്പിസോഡിൽ തന്നെയാണ് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഒരു സിംഗിൾ സംരംഭക എന്ന് തന്നെയാണ് നമ്മൾ തുടക്കം തൊട്ടേ ധനുജയെ അഭിസംബോധന ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നേ. ശരിക്കും അങ്ങനെ ഒരു ടാഗിലേക്ക് എത്തുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്കും ഒരു മോട്ടിവേഷൻ ആകാൻ വേണ്ടി നമ്മൾ ഡെഫിനറ്റ്ലി ധനുജയെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ധനുജ, നമ്മൾ പേപ്പർ ബാഗ് യൂണിറ്റിനെ പറ്റി കുറേ സംസാരിച്ചു. ഇനിയിപ്പോൾ ഇൻഡിവിജ്വലി പറയുകയാണെങ്കിൽ D&K ബയോ പ്രൊഡക്ട്സ് ആണ് ധനുജ നടത്തിക്കൊണ്ടുപോകുന്ന സംരംഭം. ഇനിയൊരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയായിരിക്കും? ലൈക്ക് ഇപ്പോൾ പേപ്പർ ബാഗ്സ് മാത്രമാണ് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതും അതുപോലെ പ്രിന്റഡും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനി ഭാവിയിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും കൺസ്യൂമേഴ്സ് ആഗ്രഹിക്കുന്നത് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് തന്നെയായിരിക്കും. അപ്പോൾ എന്തൊരു കോൺട്രിബ്യൂഷനാണ് D&Kയിലേക്ക് കൊടുക്കാൻ താല്പര്യം? നമ്മൾ കുറച്ചുകൂടെ എക്യുപ്ഡ് ആയിട്ടുള്ള മെഷീൻസ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ ഇപ്പം മേക്കിംഗ് ഈസി ആവാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്ന കവറുകൾ തന്നെ പേപ്പേഴ്സ് തന്നെ ഈ ഫോറിൻ ക്വാളിറ്റിയുള്ള ചില പേപ്പേഴ്സ് ഉണ്ട്. അപ്പം അത് കുറച്ച് കോസ്റ്റ്ലി ആണത്. അപ്പം അങ്ങനെ കുറച്ച് ക്വാളിറ്റിയുള്ള പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് ഈ നല്ല കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം എന്നൊക്കെയുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാതെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാണ്. അപ്പോൾ അതിന് പകരം ഈ മൾട്ടിപ്പിൾ കളേഴ്സ് ഉള്ള പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് ചെയ്തുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഉള്ളതിന് കുട്ടികൾക്കാണെങ്കിലും മേ ബി അട്രാക്ഷൻസ് ആവുന്നത് പല കളേഴ്സ് ആണെങ്കിലും ഡിസൈൻസ് ഒക്കെ. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാൻ ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. പിന്നെ കൂടുതലും ടെക്സ്റ്റൈൽ കവറുകളിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നാണ് ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത്. കാര്യം അതാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മോശമെന്നല്ല, പക്ഷേ ഇതുണ്ടെങ്കിൽ കുറേ ചേച്ചിമാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് അതോടൊപ്പം തന്നെ അതും കൂടെ റൺ ചെയ്യുവാണെങ്കിൽ ഇവിടുത്തെ കുറച്ച് ലോസ് നമുക്ക് അവിടെ മേക്കപ്പ് ചെയ്ത് ബിസിനസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിപ്പം ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഫ്യൂച്ചറിനെ പറ്റി ഒന്നും ഇപ്പം നിലവിൽ ആലോചിക്കുന്നില്ല. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അതിലും കടന്നിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആലോചിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതായത് ഇവ കുറച്ച് മുൻപേ പറഞ്ഞ ആ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഇതുപോലെ കുറേയധികം സംരംഭകരെ നമുക്ക് മുന്നിൽ കൊണ്ടുവരാനായിട്ട് കുടുംബശ്രീക്കും സാധിക്കട്ടെ എന്നാണ് എനിക്കും വിഷ് ചെയ്യാനുള്ളത്. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? തീർച്ചയായിട്ടും. സോ എല്ലാവരെയും പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഫസ്റ്റ് തോട്ട് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യം, ഇത് പേപ്പർ ബാഗല്ലേ, നമുക്ക് സിമ്പിളായിട്ട് മേക്ക് ചെയ്യാമല്ലോ, അതിൻ്റെ സംഭവം അത്രേ ഉള്ളൂ എന്നുള്ള ഒരു തോട്ട് എനിക്കും ഉണ്ടായിരുന്നു ആക്ച്വലി. പക്ഷേ ഈ ഒരു ചാറ്റിലൂടെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ സംരംഭത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, സന്തോഷങ്ങളുണ്ട്, ഈക്വലി അതും പറയണോ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ അതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു മനസ്സിലെ ഓൺട്രപ്രണറിനെ മുകളിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരിക, അല്ലെ? അതിനുള്ളൊരു ചെറിയൊരു കീ നമ്മളിതാ തുറന്നു വിട്ടിട്ടുണ്ട് ഇവിടുന്ന്. സോ ഇനിയും കുറേയധികം സംരംഭങ്ങളായിട്ട് അല്ലെങ്കിൽ സംരംഭകരായിട്ട് നമ്മളിതാ SK ജംഗ്ഷനിൽ കുടുംബശ്രീ വേറെ ലെവലാണ് എപ്പിസോഡുകളിലൂടെ എത്തിയിരിക്കും. സോ കേട്ടോടെയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.